മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ടു നിമ്മി പുറത്ത് വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വേറെ തിന്നാനാ കഴിക്കും വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ചു വന്നു. അങ്ങനെ നമ്മുടെ അച്ചായന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് അച്ചായൻ എവിടുത്തെ അച്ചായനൊന്നും ആരും ചോദിച്ചു വരാൻ നിൽക്കണ്ട. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒരു അച്ചായനേ ഉള്ളൂ, നമ്മുടെ സ്വന്തം തൊപ്പിയുടെ അച്ചായൻ തന്നെ. കേട്ടിട്ടില്ലേ? തൊപ്പി എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അച്ചായൻ എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതാണ് നമ്മുടെ അച്ചായൻ. അപ്പൊ അച്ചായന്റെ കല്യാണത്തെ കുറിച്ച് തൊപ്പിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. എന്താണ് അച്ചായന്റെ കല്യാണത്തെ പറ്റി പറയുന്നത്? രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ടു നിമ്മി പുറത്ത് വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വേറെ തിന്നാനാ കഴിക്കും വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ച് വന്നപ്പോ. പക്ഷെ കല്യാണം മക്കളെ ഇതാണ് കല്യാണം. അതാണ് മക്കളെ, ഇതാവണം കല്യാണം, ഇങ്ങനെ ആവണം കല്യാണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇങ്ങനെ പെട്ടെന്നാക്കിയതിന് പിന്നിലുള്ള കാരണം വേറെ എന്തോ ആണെന്നുള്ള ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. അച്ചായൻ ഇട്ടിട്ട് പോയ പഴയ കാമുകിയോട് പകരം വീട്ടാൻ വേണ്ടിയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അച്ചായൻ താലി കെട്ടുന്ന പവിത്രമായ മുഹൂർത്തം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അച്ചായന്റെ കുലീനത് നോക്കി നിങ്ങള്. ഇനി അച്ചായൻ പെണ്ണ് കെട്ടില്ല എന്നുള്ള പരാതി കൊണ്ട് ആരും വരാൻ നിൽക്കരുത്. അതുപോലെ അച്ചായനാണ് തൊപ്പിയെ നശിപ്പിക്കുന്നത് എന്നും ഇനി ആരും പറയാൻ നിൽക്കരുത്. അച്ചായൻ പെണ്ണൊക്കെ കെട്ടി ഫാമിലിയൊക്കെ ആയി. ഇനി അങ്ങോട്ട് ഒതുങ്ങി കൂടുതലുള്ള ജീവിതമായിരിക്കും. ഇനിയിപ്പോ തൊപ്പി അങ്ങോട്ട് പോയി അച്ചായനെ നശിപ്പിക്കാതിരുന്നാൽ മതി. ഇനി അച്ചായന് ഫാൻസിനോട് എന്തോ പറയാനുണ്ട് പോലും, അതൊന്നും നമുക്ക് കേട്ടോക്കാം. ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ള? ഞാൻ പറയാനുള്ളൂ, മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിച്ച് നടന്നിട്ടൊന്നും ഒരു കഥയില്ല. മര്യാദയ്ക്ക് പോയി പെണ്ണ് കെട്ടി നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും. കേട്ടല്ലോ, ഇങ്ങനെ കാല് കളിച്ച് നടക്കാതെ പെണ്ണും കെട്ടി സെറ്റാവാൻ നോക്കി ആളുകളെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അച്ചായ, മൂക്കൊലിപ്പ് മാറാത്ത പിള്ളേർക്ക് ആരെങ്കിലും പെണ്ണെടുക്കും? അല്ല, നിങ്ങളുടെയും തൊപ്പിന്റെയും ഫാൻസ് എന്നൊക്കെ പറയുമ്പോ ഇച്ചിരിപ്പോന്ന പിള്ളേരല്ലേ. 8ലും 10ലും പഠിക്കുന്ന അവരോടൊക്കെ കല്യാണം കഴിക്കാൻ പറയുന്നത് ശരിയാണോ? അല്ല, അവരിതൊക്കെ കേട്ടി വീട്ടിൽ പോയിട്ട് വാപ്പ അച്ചായൻ കെട്ടി എനിക്ക് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ വീട്ടുകാർ വല്ല പശുവിനെ കെട്ടാനുള്ള കാര്യം എടുത്ത് കൊടുക്കായിരിക്കും അല്ലേ? കണ്ടറിയാം. എന്തായാലും അച്ചായൻ ഭാര്യയെ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടോക്കാം. അച്ഛൻ്റെ ഭാര്യ കേട്ടല്ലോ. ഇനി പലർക്കും സംശയങ്ങളുണ്ടാവും, പലർക്കും പല കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടാവും. ആരാന്ന് പറഞ്ഞ ഞാൻ മോനെ മാസ് അച്ചായന് പറ്റിയ അച്ചായത്തി തന്നെ. എന്താ ഒരു ആറ്റിറ്റ്യൂഡ്! അച്ചായന്റെ ഭാര്യയുടെ ഭാര്യ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കാണും. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. പാടുന്നോ ആകെ നാണായിട്ടോ അയ്യാ. എന്നാലും നമ്മൾ അച്ചായൻ ഇജാതി റൊമാൻറ്റിക് ആണെന്ന് വിചാരിച്ചില്ല, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അച്ചായന്റെ റൊമാൻറ്റിക്കിലാണ് ചേച്ചി വീടെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടാളും കൂടി ആ വേഷത്തിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്നുള്ളൊരു കല്യാണം? അതിന് ഉത്തരം കണ്ടെത്താൻ ആദ്യം നമുക്ക് കുറച്ച് പിറകിലോട്ട് സഞ്ചരിക്കാം. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 11 അച്ചായന്റെ പിറന്നാൾ ദിവസം. അന്ന് തൊപ്പിയുടെ കൂടെ അച്ചായൻ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കുറച്ച് സംഭവം ഇருக்கு, അതൊന്ന് കണ്ടോക്കാം. സങ്കടമുണ്ട്, എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. പോയവര് പോയി, നമുക്കിനി ജീവിക്കാം. മണ്ഡ്ര കൂടെ ഉണ്ട്. പിന്നെ തൊപ്പിയുടെ തക്കടിക്കുമ്പോ അച്ചായൻ ഡബിൾ തക്കടിക്കും. എന്തായാലും കോമഡി അയക്കുന്നു. അപ്പൊ 2 ആഴ്ച മുമ്പ് നിരാശാകാമുകനായിരുന്ന അച്ചായനാണ് ഇപ്പൊ അതാ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. ഇത് എന്തൊരു മറിമായം അല്ലേ! ഫ്രം നിരാശാകാമുകൻ ടു റൊമാൻറ്റിക് പിയാപ്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരോടോ അല്ല, പഴയ കാമുകിയോടുള്ള വാശിപ്പുറത്താണ് ഈ പെട്ടെന്നുള്ള കല്യാണം. കാമുകിയോട് ജയിക്കാൻ വേണ്ടി, എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടി ശടപടാന്ന് നടത്തിയ കല്യാണമാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇനി ഈ വീഡിയോകൾക്കെല്ലാം താഴെ ഒരുത്തന്റെ കമന്റിന് അച്ചായന്റെ
മറുപടി ഉണ്ട്. അതും കൂടി വായിച്ചു കഴിഞ്ഞാണെങ്കിൽ സംഭവം എന്താണെന്നും കൂടി ക്ലിയർ ആവും. ഇതാ കിളവ അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ, ആ കൊച്ചിനെ വെറുതെ വിട്ടേക്ക്. ഇതിന് അച്ഛൻ കൊടുത്ത മറുപടിയാണ്, ഇതാ മോനെ കൂടെ ഉള്ളപ്പോൾ നിന്നെക്കാളും നന്നായി അവർക്ക് അറിയാമായിരുന്നു അച്ഛന്റെ ആണോ അപ്പൂപ്പന്റെ ആണോ പ്രായം. പിന്നെ കാശുള്ളപ്പോൾ പ്രായം സൗന്ദര്യം ഒന്നും ഒരു വിഷയമല്ല. അമ്മ ആശുപത്രിയിലായ സമയത്ത് ഞാൻ ഡൊണേഷൻ ചോദിച്ച് വീഡിയോ ഇട്ടപ്പോൾ സംഭവം മാറി എന്നേ ഉള്ളൂ. വെറും 2 ആഴ്ച കൊണ്ട് ഒരു തമ്മീനെ സെറ്റാക്കി കല്യാണം വരെ കാര്യങ്ങൾ എത്തിച്ചാൽ ആർക്കാണെങ്കിലും പൊളിയൂലേ മോനെ. കൂടുതൽ വിവരം അറിയാതെ വികാരം കൊള്ളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അച്ഛനൊരു പ്രശ്നം നമുക്ക് കാമുക്ക് ഇട്ടേച്ച് പോയിന്ന് മാത്രമല്ല, വെറും 2 ആഴ്ച കൊണ്ട് വേറെ ഏതോ സെറ്റാക്കി കല്യാണം വരെ എത്തിച്ചു എന്നൊക്കെയാണ് അച്ചായൻ പറയുന്നത്. സോ അതിനുള്ള അച്ചായന്റെ സ്വീറ്റ് റിവെഞ്ച് ആണ് ഇപ്പൊ നടന്ന കല്യാണം വന്ന് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. കയ്യിന് പകരം കൈ, തലക്ക് പകരം തല, കല്യാണത്തിന് പകരം കല്യാണം. അതാണ് അച്ചായന്റെ പോളിസി. അതെന്തായാലും നന്നായി. ഈ പെണ്ണിനോടുള്ള റിവെഞ്ചിന്റെ പേരിൽ പലരും ചെയ്യുന്ന വയലൻസിന് പിന്നാലെ ഒന്നും പോയില്ലല്ലോ. ഒരു കല്യാണമല്ലേ കഴിച്ചിട്ടുള്ളൂ, വളരെ നല്ല കാര്യം. ഇനിയിപ്പോ റിവെഞ്ച് ആണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും കല്യാണം കഴിച്ചതല്ലേ, നല്ലതുപോലെ ജീവിച്ച് കാണിക്ക അച്ചായ ലവിന്. അപ്പൊ ഇനി എല്ലാവരുടെ ഉള്ളിലുള്ള മറ്റൊരു സംശയം, ഏതാണ് ആ കാമുകി? എന്തിനായിരിക്കും അച്ചായൻ ഇട്ടേച്ച് പോയത്? ആരായിരിക്കും അവർ? നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. അതിനെ നമ്മൾ വീണ്ടും ഒന്ന് പിറകിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. ഏകദേശം മാർച്ച് 11 അച്ചായന്റെ ബർത്ത്ഡേ. ആ പുണ്യ ദിവസത്തിൽ അച്ചായൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ആ സ്റ്റോറി, ഏതാണ് ആ സ്റ്റോറി? എന്താണ് ആ സ്റ്റോറിയിലുള്ളത്? ആ സ്റ്റോറി ഇതാണ്, ഞാൻ സൈഡിൽ കാണിച്ചു തരാം. സ്വീറ്റ് ഹാർട്ട്സ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ആഹാ, വീണ്ടും റൊമാൻറ്റിക്. ഈ അച്ചായനെ കൊണ്ട് തോറ്റല്ലോ. പക്ഷെ ഇതാ സ്വീറ്റ് ഹാർട്ട് അച്ചായന് ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് അല്ല, അച്ചായൻ സ്വീറ്റ് ഹാർട്ടിന് അങ്ങോട്ട് കൊടുത്തൊരു പണിയാണ്. അതായത് ഒഴിവാക്കി പോയ കാമുകിക്കൊപ്പമുള്ള പഴയ ഇന്റിമേറ്റ് ഫോട്ടോ അച്ചായൻ കുത്തിപ്പൊക്കി, എന്നിട്ട് അതെടുത്ത് കൊണ്ടുവന്ന് സ്റ്റോറി ഇട്ടു. ഇത് കണ്ട മധുര ഹൃദയമുള്ള ആ ചേച്ചി അച്ചായനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇനി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. എൻ്റെ പേര് ജിനു. ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അച്ചായന്റെ ഓരോരോ കുറുമ്പുകളല്ലേ ചേച്ചി. മധുര ഹൃദയമുള്ള ചേച്ചിക്ക് അച്ചായന്റെ വക മധുര പ്രതികാരം. നമ്മുടെ അനുമാന പ്രകാരം തമ്മേന്റെ കൂടെ പോയി എന്ന് അച്ചായൻ പറഞ്ഞ ചേച്ചി ഇതാണല്ലോ. സോ ഒരു പണി കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷെ സംഭവം മോശമായി പോയി. ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇങ്ങനെ പഴയ ഇന്റിമേറ്റ് ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടുന്നത് ശരിയാണോ അച്ചായ? അതെന്തായാലും മോശമായി പോയി, പറയാതെ വയ്യ. ബാക്കി ഉണ്ടോക്കാം. പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്തു വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞ പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനല്ലല്ലോ ചേച്ചി അച്ചായൻ പറഞ്ഞത്. അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് എന്തോ ആവശ്യം വന്നപ്പോ സഹായിക്കാൻ നിൽക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി എന്നാണല്ലോ അച്ചായന്റെ പക്ഷം. എന്തോ എന്തായാലും അതുകൊണ്ട് ഇപ്പൊ എന്തായി? കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അച്ചായൻ വേറൊരു പെണ്ണും കെട്ടി സെറ്റായി. നിങ്ങളാണെങ്കിൽ ഏതൊരു തമേന്റെ കൂടെയും സെറ്റായി. അപ്പൊ രണ്ടാളും സെറ്റായ സ്ഥിതിക്ക് ഈ കമ്മിറ്റി നമുക്കൊന്ന് പിരിച്ചു വിട്ടാലോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി നമുക്ക് അച്ചായന്റെ ഫാമിലി വ്ലോഗ് വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.